ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 246 വാല്യം 6 നമ്മുടെ പരിശുദ്ധ അമ്മ മഗ്ദലനയെ പഠിപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, നമ്മുടെ യാത്ര എവിടെയാണ് അവസാനിപ്പിക്കുന്നത്? 2 കുന്നുകളുടെ ഇടയ്ക്കുള്ള ചെങ്കുത്തായ ഇടുക്കിൽ കൂടെ നടന്നു പോകുന്നതിനിടയ്ക്ക് സെബദിയുടെ പുത്രൻ ജെയിംസ് ചോദിക്കുന്നു. ആ കുന്നിൻ ചെരുവുകളിലെ കൃഷികളെല്ലാം ഹരിത മനോഹരം. ഗലീലിയായിലെ ബെത്ലഹേമിൽ. എന്നാൽ വെയിലാറുന്നതുവരെ മെരാബായുടെ കുന്നുകളിൽ നമുക്ക് ചിലവഴിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ സമുദ്രം കണ്ട് ആനന്ദിക്കുവാൻ നിന്റെ അനുജന് കഴിയും. എന്നാൽ ശിശികളായ സ്ത്രീകളും നമ്മെ അനുഗമിക്കുന്നുണ്ടല്ലോ. അവർ പരാതിപ്പെടുന്നില്ലെങ്കിലും അവരെ കൂടുതലായി നടത്തി ക്ഷീണിപ്പിക്കാൻ പാടില്ല. അത് സത്യമാണ്, അവർ ഒരിക്കലും പരാതിപ്പെടുകയില്ല. പരാതി പറയാനുള്ള പ്രവണത നമുക്കാണ് കൂടുതലുള്ളത്, ബർത്തലോമിയോ പറയുന്നു. എന്നാൽ ഇപ്രകാരമുള്ള ജീവിതത്തോട് അവർക്ക് ഒട്ടും പരിചയമില്ലതാനും പത്രോസിന്റെ അഭിപ്രായം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ താല്പര്യത്തോടെ എല്ലാം ചെയ്യുന്നത്, തോമസ് പറയുന്നു. അല്ല തോമസേ, അവർ സ്നേഹനിമിത്തമാണ് എല്ലാം ചെയ്യുന്നത്. എൻ്റെ അമ്മയോ അൽഫയോസിന്റെ ഭാര്യ മേരി, സലോമി, സൂസന്ന എന്നിവരെ പോലെയുള്ള വീട്ടമ്മമാരോ സ്വമനസാലെ വീട് വിട്ട് വഴിയിലേക്കിറങ്ങി ആളുകളുടെ ഇടയിൽ കൂടി നടക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ. മാർത്തയും യോവന്ന വരുമ്പോൾ അവളും ഇതുപോലുള്ള ക്ലേശങ്ങൾ പരിചയിച്ചിട്ടില്ലാത്തതുകൊണ്ട് സ്നേഹത്താൽ പ്രേരിതമായിരുന്നില്ലെങ്കിൽ ഒരിക്കലും സ്വമനസ ഇത് ചെയ്യുകയില്ലായിരുന്നു. മഗ്ദലന മേരിയുടെ കാര്യം പറഞ്ഞാൽ വളരെ ശക്തിയേറിയ ഒരു സ്നേഹത്തിന് മാത്രമേ ഈ പീഡനങ്ങൾ സഹിക്കാൻ അവളെ പ്രാപ്തിയാക്കാൻ കഴിയൂ, ഈശോ പറയുന്നു. എങ്കിൽ പിന്നെ നീ അവളോട് വരാൻ പറഞ്ഞത് എന്തിനാണ്? ഇതുകൊണ്ട് അവൾക്കും നമ്മൾക്കും ഒരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല, കറിയോത്തുകാരൻ അഭിപ്രായപ്പെട്ടു. അവളിൽ വന്നിട്ടുള്ള പ്രകടമായ അവിതർക്കമായ മാറ്റത്തിന് മാത്രമേ ലോകത്തിനെ സ്വാധീനിക്കാൻ കഴിയൂ. മേരിക്ക് ലോകത്തെ അങ്ങനെ സ്വാധീനിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭൂതകാല രീതികളിൽ നിന്ന് അവർ അകന്നിരിക്കുന്നു. ആ അകൽച്ച പൂർണ്ണമായിട്ടുണ്ട്. അത് കണ്ടറിയണം. അങ്ങനെ പറയാനും മാത്രം സമയം ഇനിയുമായിട്ടില്ല. ഒരു ജീവിത രീതി പരിചയിച്ചു കഴിയുമ്പോൾ അതിനോട് വിട പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഴയ ജീവിത രീതികളുടെ ആകർഷണവും സ്നേഹിതരെക്കുറിച്ചുള്ള ഓർമ്മയും വീണ്ടും അതിലേക്ക് നമ്മെ നയിക്കുന്നു, കറിയോത്തുകാരൻ പറയുന്നു. പഴയ ജീവിതത്തെ കാംക്ഷിച്ച് നീ വിഷമിക്കുന്നുണ്ടോ? മാത്യുവിൻ്റെ ചോദ്യം. ഞാനോ? ഇല്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു മനുഷ്യൻ. ഞാൻ ഗുരുവിനെ സ്നേഹിക്കുകയും ചുരുക്കത്തിൽ എൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ അവൾ ഒരു സ്ത്രീയല്ലേ? അതും എങ്ങനെയുള്ള സ്ത്രീ? അവൾക്ക് ഇപ്പോഴത്തെ നിശ്ചയത്തിൽ വളരെ ഉറപ്പുണ്ടെങ്കിൽ തന്നെ അവളെ നമ്മുടെ കൂട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അത്ര സുഖകരമല്ല. നമ്മൾ വല്ല റബ്ബിമാരെയോ പുരോഹിതന്മാരെയോ പ്രധാനപ്പെട്ട പ്രീശരെയോ കണ്ടുമുട്ടാനിടയായാൽ അവരുടെ അഭിപ്രായം അത്ര സുഖപ്രദമായിരിക്കുകയില്ല. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ വിളറിപ്പോകുന്നു. പൂർവാപര വിരുദ്ധമായി സംസാരിക്കാതെ യൂദാസേ, നീ പറയുന്നത് പോലെ നിന്റെ പഴയ ജീവിതത്തിൽ നീ മുറിവേറ്റവനാണെങ്കിൽ ഒരു പാവപ്പെട്ട ആത്മാവ് മനസ്സ് തിരിഞ്ഞ് നന്മയിലേക്ക് മാറ്റം പൂർത്തിയാക്കുവാൻ നമ്മെ അനുഗമിക്കുന്നതിൽ നിന്ന് നീ എന്തിനാകുലപ്പെടുന്നു? സ്നേഹം നിമിത്തമാണ് ഗുരുവേ. ഞാനും എല്ലാം സ്നേഹത്താലാണ് ചെയ്യുന്നത്, നിനക്കായിട്ടാണ് ചെയ്യുന്നത്. എങ്കിൽ നിന്റെ സ്നേഹം മെച്ചപ്പെടുത്തുക. സ്നേഹം യഥാർത്ഥമാണെങ്കിൽ ഒന്നിനെയും ഒഴിവാക്കുകയില്ല. ഒരാൾ ഒരു വസ്തുവിനെ മാത്രം സ്നേഹിക്കുകയും മറ്റൊന്നിനെയും സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയായ സ്നേഹമല്ല. പരിപൂർണമായ സ്നേഹം ക്രമാനുഗതമായി മനുഷ്യരെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും നക്ഷത്രങ്ങളെയും ജലത്തെയും സകലതിനെയും സ്നേഹിക്കും. കാരണം അത് സകലതും ദൈവത്തിലാണ് കാണുന്നത്. ആരെയെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ടുള്ള സ്നേഹം സ്വാർത്ഥ സ്നേഹമാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം. ഉവ്വ് ഗുരുവേ. ഈ ചർച്ചയുടെ എല്ലാം വിഷയമായ വ്യക്തി മറ്റ് സ്ത്രീകളുമൊത്ത് മേരിയുടെ കൂടെ നടന്നു വരികയാണ്. ഇത്രയധികം സംസാരത്തിന് അവൾ കാരണക്കാരിയാണെന്ന് അറിയുന്നതേയില്ല.
അവർ ജാഫിയ എന്ന പട്ടണത്തിലെത്തുകയും അത് പിന്നിടുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയുള്ള ഒരുത്തരും ഗുരുവിനെ അനുഗമിക്കുന്നതിനോ ശ്രവിക്കുന്നതിനോ ആഗ്രഹം കാണിക്കുന്നില്ല. അവരുടെ നിസ്സംഗത കണ്ട് ആകുലരായ അപ്പസ്തോലന്മാരെ സാന്ത്വനപ്പെടുത്താൻ ഈശോ ശ്രമിക്കുന്നു. താഴ്വര പടിഞ്ഞാറോട്ട് നീണ്ടു കിടക്കുകയാണ്. വേറൊരു പർവ്വതത്തിന്റെ ചുവട്ടിൽ ഒരു ഗ്രാമം കാണുന്നു. മെരാബ എന്ന് വിളിക്കപ്പെട്ട് കേൾക്കുന്ന ഈ ഗ്രാമവും ഒരു താല്പര്യവും ഈശോയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല. അപ്പസ്തോലന്മാർ വീടിനോട് തൊട്ടടുത്തുള്ള ചെരുവിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ആ സമയത്ത് ഏതാനും കുട്ടികൾ മാത്രം അവരുടെ അടുത്ത് ചെല്ലുന്നു. ഈശോ അവരെ വാത്സല്യപൂർവ്വം തലോടുകയും അവരുടെ എല്ലാവരുടെയും പേരുകൾ ചോദിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ ഈശോയോടും പേരെന്താണെന്നും ഈശോ ആരാണെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും ചോദിക്കുന്നുണ്ട്. പ്രായാധിക്യത്താൽ കൂനി കാഴ്ചയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അവരുടെ അടുത്ത് വന്ന് ഭിക്ഷ യാചിക്കുന്നു. അയാൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സഹായം നൽകി കഴിഞ്ഞു. അവർ വീണ്ടും വഴിയിലേക്ക് വന്ന് ഒരു കുന്നു കയറുകയാണ്. താഴ്വരയ്ക്ക് കുറുകെയുള്ള കുന്ന്. ചെറുനദികൾ ആ താഴ്വരയിലേക്ക് ഒഴുകുന്നുണ്ട്. ഇപ്പോൾ വരൾച്ചക്കാലമായതുകൊണ്ട് വെള്ളം തുള്ളിയായിട്ട് മാത്രമേ വീഴുന്നുള്ളൂ. ചിലതിലെല്ലാം ഉണങ്ങിയ പാറകൾ മാത്രം. എന്നാൽ റോഡ് വളരെ നല്ലതാണ്. രണ്ടു വശങ്ങളിലും മനോഹരങ്ങളായ ഒലിവ് വൃക്ഷങ്ങൾ നിരന്നു നിൽക്കുന്നു. അത് കഴിയുമ്പോൾ മറ്റു വൃക്ഷങ്ങളും അടുത്തടുത്തുണ്ട്. അവയുടെ ശാഖകൾ റോഡിന് മീതെ പന്തലിട്ടതുപോലുണ്ട്. നല്ല തണൽ. ഈശോയും സംഘവും മുകളിലെത്തി. കുന്നിന് കിരീടം പോലെ ആശമരങ്ങളുടെ ഒരു ചെറുവനം മർമ്മര ശബ്ദം പുറപ്പെടുവിച്ച് അവിടെ നിൽക്കുന്നു. അവർ അല്പം വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായി ആ തണലിൽ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ള മനോഹാരിത ആസ്വദിക്കുന്നുണ്ട്. കർമ്മല മലകൾ അവരുടെ ഇടതുവശത്ത് പടിഞ്ഞാറ് ഭാഗത്തായി കാണാം. പച്ച നിറം. എല്ലായിടത്തും വിവിധ തരം പച്ചകൾ. മനോഹരങ്ങളായ എല്ലാത്തരം തണൽ മരങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. പർവ്വതം അവസാനിക്കുന്നത് കടലിലാണ്. വെട്ടിത്തിളങ്ങുന്ന പരന്ന് വിസ്തൃതമായി കിടക്കുന്ന അനന്തമെന്ന് തോന്നിക്കുന്ന കടൽ. ചെറു തിരമാലകൾ മന്ദമായി അലതല്ലി തീരം കഴുകിക്കൊണ്ട് വടക്കോട്ട് നീങ്ങുന്നു. കർമ്മലമല ശാഖകളായി പിരിഞ്ഞ് കടലിലേക്ക് തള്ളി ഒരു മുനമ്പ് രൂപം കൊണ്ടിട്ടുണ്ട്. അത് ടോളമിലേക്കും മറ്റ് പട്ടണങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. പിന്നീടുള്ള ഭാഗം സീറോ ഫിനീഷ്യൻ അതിർത്തിയാണ്. ആ ഭാഗം മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. മുനമ്പിന്റെ തെക്ക് ഭാഗം കാണാൻ സാധിക്കുന്നില്ല. കാരണം അവർ ഇരിക്കുന്ന കുന്നിനേക്കാൾ ഉയർന്ന മലകൾ ആ വശത്തുണ്ട്. മർമ്മര ശബ്ദമുളവാക്കുന്ന ശീതള മാരുതനിൽ മണിക്കൂറുകൾ അവർ ചെലവഴിക്കുന്നു. ചിലർ ഉറക്കം പിടിച്ചു. ചിലർ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നു. ചിലർ പ്രകൃതി നിരീക്ഷിക്കുകയാണ്. കൂടുതൽ നല്ല ദൃശ്യം കിട്ടുന്നതിന് ജോൺ കയറാവുന്നിടത്തോളം ഉയരത്തിൽ കയറുന്നു. ഈശോ ധ്യാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി വനത്തിനുള്ളിലേക്ക് കടന്നു. സ്ത്രീകൾ സുഗന്ധവാഹികളായ ഹണിസക്കിൾ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറു കാടിന് മറുവശത്ത് വിശ്രമിക്കുകയാണ്. ഒരു ചെറു കുഴിയിൽ വെള്ളമുണ്ട്. അത് കുടിച്ച് ക്ഷീണം തീർക്കുന്നു. പ്രായം കൂടുതലുള്ളവർ ക്ഷീണാധിക്യത്താൽ ഉറങ്ങുകയാണ്. പരിശുദ്ധ അമ്മയും മാർത്തയും സൂസന്നയും ഇപ്പോൾ വിദൂരത്തിലായിരിക്കുന്ന തങ്ങളുടെ വീടുകളെപ്പറ്റി സംസാരിക്കുകയാണ്. നമ്മുടെ അമ്മ മേരി പറയുന്നു, ഹണി സർക്കിൾ ചെടികൾ വീട്ടിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ട ഗുഹയ്ക്കരികിൽ വച്ചു പിടിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അവ അത്ര മനോഹരമാണ്. മഗ്ദലന മുടിയുടെ ഭാരം നിമിത്തം അത് അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. വീണ്ടും മുടി ഒതുക്കി കെട്ടിവെച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ജോണിന്റെ അടുത്തേക്ക് പോകുകയാണ്. സൈമണും ഇപ്പോൾ അവൻ്റെ കൂടെയുണ്ട്. കടൽ കാണാൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട്. ഞാൻ വരുന്നു, പരിശുദ്ധ അമ്മ പറഞ്ഞു. മാർത്തയും സൂസന്നയും ഉറങ്ങുന്ന സഹോദരികളുടെ അടുത്ത് തങ്ങുന്നു. ആ രണ്ട് അപ്പസ്തോലന്മാരുടെ കൂടെ ചെന്ന് ചേരുന്നതിന് പരിശുദ്ധ അമ്മയും മഗ്ദലനയ്ക്കും ഈശോ പ്രാർത്ഥിച്ചിരുന്ന കുറ്റിക്കാട്ടിലൂടെ കടക്കണമായിരുന്നു. പ്രാർത്ഥനയാണ് എൻ്റെ മകൻ്റെ വിശ്രമം, അമ്മ താണസ്വരത്തിൽ പറയുന്നു. ലോകത്തിൻ്റെ കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയമായ അവൻ്റെ അത്ഭുതകരമായ നിയന്ത്രണം നിലനിർത്തുന്നതിന്
തനിച്ചായിരിക്കുക അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ കരുതുന്നു. അമ്മ എന്നോട് പറഞ്ഞിരുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ തകിടമറിക്കുന്ന പല കാര്യങ്ങളും ശാന്തമാക്കുന്നതിന് എല്ലാ രാത്രിയിലും ദീർഘസമയം ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ ശക്തി അനുഭവപ്പെടുന്നു. അമ്മയ്ക്കറിയാമോ? ഇപ്പോൾ നിനക്ക് ശക്തിയാണ് അനുഭവപ്പെടുന്നത്, പിന്നീട് സന്തോഷം അനുഭവപ്പെടും. എന്നെ വിശ്വസിച്ചുകൊള്ളൂ മേരി. സമാധാനത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മുടെ അരൂപി ധ്യാനമാകുന്ന സമുദ്രത്തിൽ മുങ്ങി മുഴുകി കഴിയണം. ലോകവും അതിലെ ഓരോ സംഭവങ്ങളും നശിപ്പിച്ചു കളയുന്നത്, വീണ്ടും പണിയുന്നതും മുകളിലേക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ കയറാൻ ആവശ്യമായ ശക്തി നേടുന്നതും ഇങ്ങനെയാണ്. ഇസ്രായേലിൽ നമ്മൾ വാചാ പ്രാർത്ഥനകൾ ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഉപയോഗശൂന്യമോ ദൈവത്തിന് അപ്രീതി വരുന്നതോ ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത് ധ്യാനം, മനസ്സിൻ്റെ ദൈവത്തിൻ പക്കലേക്കുള്ള ഉയർത്തൽ ആത്മാവിന് വളരെ ഉപകാരമുള്ളതാകുന്നു എന്നാണ്. കാരണം ദൈവത്തിൻ്റെ പൂർണ്ണതയെയും നമ്മുടെ ദുരവസ്ഥയെയും അഥവാ അനേകം ആത്മാക്കളുടെയും ദുരവസ്ഥയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ വിജയിക്കുന്നു. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ദുരവസ്ഥയെക്കുറിച്ച് അവരെ വിമർശിക്കാനല്ല, അവരോട് ഔദാര്യം കാണിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും നമ്മെ പാപത്തിൽ വീഴാതെ ദൈവം കാത്തുരക്ഷിച്ചതിന് അഥവാ നമ്മുടെ പാപങ്ങൾ പൊറുത്തതിന് നന്ദി പറയുന്നതിനുമാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ വിജയിക്കും. കാരണം പ്രാർത്ഥന യഥാർത്ഥമാണെങ്കിൽ സ്നേഹമായി തീരണം. അല്ലാത്തപക്ഷം അത് അധരചലനം മാത്രമായിരിക്കും. ആത്മാവ് അവിടെയെങ്ങും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഒരാളിൻ്റെ അധരങ്ങൾ ചീത്ത വാക്കുകളാൽ മലിനമായിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പസ്തോലനായ അങ്ങ് എന്നെ പഠിപ്പിച്ചതുപോലെ എൻ്റെ ധ്യാനവേളയിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തോട് പറയാൻ തോന്നും. എന്നാൽ എൻ്റെ ഹൃദയത്തെ ഞാൻ തടസ്സപ്പെടുത്തുകയാണ്, അതിനെ പീഡിപ്പിക്കുകയാണ്. തടസ്സപ്പെടുത്തുന്നോ? അതെന്തിനാണ്? കാരണം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഹൃദയം ദൈവത്തിന് അർപ്പിക്കുന്നത് ഒരു ദൈവദോഷമാകുമെന്നാണ്. എൻ്റെ മകളെ, അത് ചെയ്യരുത്. നിനക്ക് പുത്രൻ മാപ്പ് നൽകിയതിനാൽ തന്നെ നിന്റെ ഹൃദയം പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ പാപപ്പൊറുതി മാത്രമാണ് പിതാവ് കാണുന്നത്. എന്നാൽ ഈശോ നിന്നോട് ഇതുവരെ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അവഗണിക്കപ്പെടുന്ന ശാരീരികവും ധാർമ്മികവുമായ ഏകാന്തതയിൽ നിനക്ക് ദൈവത്തോട് ഇങ്ങനെ വിളിച്ചു പറയാം: പിതാവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ദുരിതങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. അവയെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു, കാരണം അത് നിന്നെ സങ്കടപ്പെടുത്തുന്നല്ലോ. മേരി, എന്നെ വിശ്വസിക്കൂ. പിതാവായ ദൈവം തന്നെ നിനക്ക് പാപമോചനം നൽകും. നിന്റെ സ്നേഹത്തിൻ്റെ കരച്ചിൽ അവന് പ്രിയങ്കരമായിരിക്കും. നീ നിന്നെ തന്നെ സ്നേഹത്തിന് വിട്ടുകൊടുക്കുക. അതിനെതിരെ ബലം പ്രയോഗിക്കരുത്. നേരെ മറിച്ച് അത് കത്തിജ്വലിക്കുന്ന ഒരു അഗ്നി പോലെ ശക്തമാകട്ടെ. പദാർത്ഥപരമായതെല്ലാം അഗ്നി വിഴുങ്ങുന്നു, എന്നാൽ വായുവിൻ്റെ ഒരു കണിക പോലും അത് നശിപ്പിക്കുന്നില്ല. കാരണം വായുവിന് ജഡമില്ല. എന്നാൽ കാറ്റ് കൊണ്ടുവരുന്ന ഏറ്റവും ചെറിയ നാശനഷ്ട അവശിഷ്ടങ്ങൾ പോലും കരിച്ചു കളഞ്ഞ് വായുവിനെ ശുദ്ധീകരിക്കുന്നു. ഭാരരഹിതമാക്കുന്ന സ്നേഹം ഇതുതന്നെയാണ് ആത്മാക്കളിലും ചെയ്യുന്നത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തെ അതിന് വേഗം നശിപ്പിക്കാൻ കഴിയും. എന്നാൽ അത് ചേതനയെ നശിപ്പിക്കുകയില്ല. പ്രത്യുത അതിൻ്റെ സത്തയെ വർദ്ധിപ്പിക്കുകയും ദൈവത്തിലേക്ക് ഉയരാൻ കഴിയത്തക്ക വിധം ശുദ്ധവും ഭാരരഹിതവും ആക്കി തീർക്കുകയും ചെയ്യും. ജോണിനെ നോക്കൂ, അതാ അവിടെ. അവൻ ഒരു കുട്ടി മാത്രമാണ്, എന്നിട്ടും അവനൊരു കഴുകനായി തീർന്നിരിക്കുന്നു. അവനാണ് അപ്പസ്തോലന്മാരിൽ ഏറ്റവും ബലമുള്ളവൻ. കാരണം അവന് ശക്തിയുടെ രഹസ്യം എന്തെന്ന് മനസ്സിലായി. ആത്മീയ രൂപീകരണത്തിൻ്റെ രഹസ്യം സ്നേഹമാണെന്ന് മനസ്സിലായി. സ്നേഹപൂർവമായ ധ്യാനം. അവൻ പരിശുദ്ധനാണ്.
അവനൊരു കുട്ടി, ഞാൻ. എങ്കിൽ തീക്ഷ്ണനെ നോക്കൂ. അയാൾ ഒരു കുട്ടിയല്ലല്ലോ. അവൻ ജീവിച്ചു, കഷ്ടപ്പെട്ടു, വെറുക്കപ്പെട്ടു എന്ന് തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ ധ്യാനിക്കാൻ അവൻ പഠിച്ചു. എന്നെ വിശ്വസിക്കൂ, അവനും വളരെ ഉയർന്ന അവസ്ഥയിലാണ്. അതാ അവർ പരസ്പരം നോക്കുന്നത് കണ്ടോ? കാരണം അവർ രണ്ടും ഒരുപോലെയാണെന്ന് അവർക്കൊരു തോന്നൽ. ആത്മാവിൽ അവർ ഒരേ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഒരേ മാർഗത്തിൽ കൂടി മാനസിക പ്രാർത്ഥനയിലൂടെ അതിലൂടെ ആ കുട്ടി ആത്മാവിൽ പൗരുഷം പ്രാപിച്ചു. പ്രായവും ക്ഷീണവുമുള്ള മനുഷ്യൻ അരൂപിയിലുള്ള പൗരുഷം വീണ്ടെടുക്കുകയും ചെയ്തു. നിനക്കറിയാമോ, വേറൊരാൾ അപ്പസ്തോലനല്ല എങ്കിലും നല്ല അഭിവൃദ്ധി കൈവരിക്കും. അല്ല, കൈവരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി തന്നെ ധ്യാനത്തോട് അവന് ആഭിമുഖ്യമുണ്ടായിരുന്നു. പിന്നെ സ്നേഹിതനായ ഈശോയോടുള്ള അടുപ്പം നിമിത്തം അത് ആവശ്യമായി തീരുകയും ചെയ്തു. നിന്റെ സഹോദരൻ. എൻ്റെ ലാസറസോ? ഓ അമ്മേ, നിന്നെ ദൈവം എല്ലാം കാണിച്ചു തരുന്നതുകൊണ്ട് എന്നോടൊന്ന് പറയൂ. ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുമ്പോൾ ലാസറസ് എങ്ങനെയായിരിക്കും എന്നോട് വർത്തിക്കുക? മുൻപ് അവജ്ഞാപൂർവമായ മൗനമായിരുന്നു. പുച്ഛിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു അവൻ അങ്ങനെ ചെയ്തത്. ഞാൻ വളരെ ക്രൂരമായിട്ടാണ് എൻ്റെ സഹോദരനോടും സഹോദരിയോടും പെരുമാറിയത്. ഇപ്പോൾ ഞാൻ അത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കുമെന്ന് അവനറിയാം. അവൻ എന്നോട് എന്തു പറയും? അവൻ്റെ തുറന്നടിച്ചുള്ള ശകാരം എനിക്ക് ഭയമാണ്. ഓ, ഞാൻ കാരണം ഉണ്ടായ എല്ലാ ദുഃഖങ്ങളെയും കുറിച്ച് അവൻ എന്നെ ഓർമ്മിപ്പിക്കും. ലാസറസിൻ്റെ അടുത്തേക്ക് പറന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എനിക്ക് അവനെ പേടിയാണ്. ഞാൻ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. മരിച്ചുപോയ എൻ്റെ അമ്മയുടെ ഓർമ്മ പോലും, അവളുടെ കണ്ണീർ അവൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിൽ വീണിട്ട് അത് ഉണങ്ങുന്നതിന് മുൻപ് പോലും എന്നിൽ ഒരു അസ്വസ്ഥതയും ഉളവാക്കിയിരുന്നില്ല. എൻ്റെ ഹൃദയം വിദ്വേഷം നിറഞ്ഞതും ലജ്ജയില്ലാത്തതും എല്ലാവരുടെയും ശബ്ദത്തിന് ബധിരവുമായിരുന്നു. തിന്മ മാത്രം ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ എന്നിൽ തിന്മയുടെ ശക്തിയല്ല. ഞാൻ വിറയ്ക്കുന്നു. ലാസറസ് എന്നോട് എങ്ങനെ വർത്തിക്കും? അവൻ കൈകൾ നീട്ടി നിന്നെ വിളിക്കും, എൻ്റെ പ്രിയ സഹോദരി എന്ന്. അധരങ്ങൾ കൊണ്ടെന്നതിനേക്കാൾ കൂടുതലായി ഹൃദയം കൊണ്ട്. കാരണം അവൻ ദൈവവുമായി അത്രയധികം ചേർന്നിരിക്കുന്നു. അതിനാൽ അങ്ങനെ വർത്തിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭയപ്പെടേണ്ട. നിന്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും അവൻ പറയുകയില്ല. ഞാൻ അവനെ കാണുന്നത് പോലെ ആയിരിക്കും നീ അവനെ കാണുമ്പോൾ. അവൻ ബെഥനിയിലുണ്ട്. കാത്തിരിപ്പിൻ്റെ ദിനങ്ങൾ അവന് വളരെ ദൈർഘ്യമുള്ളതായി തോന്നുന്നു. പിന്നെ അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിന്, അവൻ്റെ സഹോദര സ്നേഹം ഉറപ്പിക്കുന്നതിന് അവൻ കാത്തിരിക്കുന്നു. ഒരേ ഉദരത്തിൽ ജനിച്ചു എന്നതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതിന് അവൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീയും അവനെ സ്നേഹിക്കണം. അതുമാത്രമാണ് നിനക്കും ചെയ്യുവാനുള്ളത്. അവൻ എന്നെ ശകാരിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കും. ശകാരം ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവൻ നിന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്യൂ. വേറൊന്നും ഉണ്ടാകുകയില്ല. ജോണും സൈമണും ഭാവി യാത്രയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് പരിശുദ്ധ അമ്മയും മഗ്ദലനയും എത്തി. കർത്താവിൻ്റെ അമ്മ അടുത്തെത്തിയപ്പോൾ ബഹുമാനപൂർവ്വം അവർ എഴുന്നേറ്റു. ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയെപ്പറ്റി അവിടുത്തെ സ്തുതിക്കാൻ ഞങ്ങളും വന്നിരിക്കുന്നു. അമ്മേ, അമ്മ എപ്പോഴെങ്കിലും കടൽ കണ്ടിട്ടുണ്ടോ? ഓ, കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊടുങ്കാറ്റുള്ള സമയമായിരുന്നു. കടൽ ആകെ ശോഭിച്ചിരുന്നു. എങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ശോഭത്തെക്കാളും കുറവായിരുന്നു. കാരണം ഞാൻ ഗാസായിൽ നിന്ന് ചെങ്കടൽ ഭാഗത്തേക്ക് എൻ്റെ കുഞ്ഞ് കയ്യിലും ഹെരോദോസിനോടുള്ള ഭയം പിന്നിലുമായി പലായനം ചെയ്യുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും ഞാൻ അത് കണ്ടു. അന്ന് വസന്തകാലമായിരുന്നു. ഭൂമിയിൽ വസന്തം, എൻ്റെ ഹൃദയത്തിലും വസന്തം. വീട്ടിലേക്കുള്ള ഞങ്ങളുടെ തിരിച്ചുവരവിൻ്റെ വസന്തം. ശിശുവായ ഈശോ ഓരോരോ പുതിയ കാഴ്ചകൾ കണ്ട് സന്തോഷത്താൽ കൊച്ചു കൈകൾ കൊട്ടി ആഹ്ലാദിക്കുകയായിരുന്നു.
ജോസഫിനും എനിക്കും സന്തോഷം. മാത്തരേയായിലുള്ള ഞങ്ങളുടെ വിപ്രവാസം 1000 വിധത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം ലഘുവാക്കിയെങ്കിലും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുന്നതിൻ്റെ സന്തോഷം. ഇങ്ങനെ അവരുടെ സംഭാഷണം നീണ്ടുപോകുന്നു. എനിക്ക് ഇപ്പോൾ ഒന്നും കാണാനും കേൾക്കാനും കഴിയുന്നില്ല.